എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. അജ്ഞാതൻ വീണ്ടും ബംഗ്ലാദേശിലെ ഒരുത്തനെ കൂടി പടമാക്കിയിട്ടുണ്ട്. ഈ പടമായവൻ്റെയും ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തെ കീറി മുറിച്ച് പകുതി പാകിസ്ഥാനും അതുപോലെ തന്നെ പകുതി ബംഗ്ലാദേശിനും കൊടുക്കുക. അതാണ് ഇവരുടെയൊക്കെ ആഗ്രഹം. ബംഗ്ലാദേശിലെ പോലെ തന്നെ നമ്മളിവിടെയും ഒരു കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇവരുടെയും ആത്യന്തികമായ അഭിലാഷം എന്ന് പറയുന്നത് ഭാരതം വെട്ടിമുറിക്കുക എന്ന് തന്നെയാണ്. ബംഗ്ലാദേശിലെ രണ്ടാം കലാപം ആരംഭിക്കുന്നത് ഹസീന വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ നേതാവായിരുന്ന ഷെയ്ഖ് ഉസ്മാൻ ഹാദിയെ അജ്ഞാതൻ വെടിവെച്ച് കൊന്നപ്പോഴാണ്. എന്നാൽ ഇതേ കലാപത്തിൽ, ഇതേ പ്രക്ഷോഭത്തിൽ അജ്ഞാതന്റെ വെടികൊണ്ട് പടമാകാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു ജിഹാദിയാണ് മുഹമ്മദ് മൊട്ടാലിബ് ഷിക്തർ. പേര് തന്നെ പറയുമ്പോൾ നാക്കുളുക്കുന്നു. വല്ല കാതറോ പോക്കറോ എന്നാണ് നിങ്ങൾ പറയാൻ കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. തെക്ക് പടിഞ്ഞാറ് ഗുൽന പട്ടണത്തിലെ സ്വവസതിയിൽ വെച്ചാണ് 12:15 ഷിക്തർ അജ്ഞാതന്റെ വെടിയേൽക്കുന്നത്. ഇങ്ങനെ സ്വന്തം വസതിയിൽ കയറിയിട്ട് വരെ അജ്ഞാതൻ പണി കൊടുക്കുന്നു അല്ലെങ്കിൽ പടമാക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറഞ്ഞ വാക്കുകൾ ഓർക്കുകയാണ്. ഭാരതത്തെ ആക്രമിക്കാൻ തുനിയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭാരതത്തിനെതിരെ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിൽ കയറി, അവരുടെ വീട്ടിൽ കയറി പണി തരും എന്ന് പറഞ്ഞതാണ്. NCP അഥവാ നാഷണൽ സിറ്റിസൺ പാർട്ടിയുടെ നേതാവും വർക്കേഴ്സ് ഫ്രണ്ട് കേഡറ്ററുമാണ് ഷിക്തർ. ഈ അജ്ഞാതൻ വെടിവെച്ചത് ഷിക്തറിന്റെ തലയുടെ വലതുഭാഗത്താണ്. സ്വവസതിയിൽ വെച്ച് വെടിയേറ്റ ഷിക്തറിന് ധാരാളം രക്തം വാർന്നു പോയി എന്നും ഖുൽനയിൽ നടക്കാനിരുന്ന ഡിവിഷണൽ ലേബർ റാലിയിൽ പങ്കെടുക്കാനിരിക്കെയാണ് അജ്ഞാതൻ ഷിക്തറിന്റെ തലയിൽ ഉന്നം വെച്ചത്. ബംഗ്ലാദേശിൽ നല്ല രീതിയിൽ ജനാധിപത്യ ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഷെയ്ഖ് ഹസീന ബീഗം. എന്നാൽ ശരിയത്ത് വന്നാൽ മാത്രമേ നമ്മളെ രാജ്യം ശരിയായ നിലയിൽ പോവുകയുള്ളൂ എന്നാണ് ഹസീന വിരുദ്ധ പ്രക്ഷോഭകരുടെ, കലാപകാരികളുടെയൊക്കെ ധാരണ. അങ്ങനെ ഷെയ്ഖ് ഹസീന ബീഗത്തിനെതിരെയുള്ള ഒരു വൻ പ്രക്ഷോഭം വിദ്യാർത്ഥികളാൽ അവിടെ രൂപീകരിക്കപ്പെട്ടു. ഇതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്ന് സ്ഥാനഭ്രഷ്ടിയായി ഇന്ത്യയിലേക്ക് അഭയം പ്രാപിച്ചു. അങ്ങനെ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യം താഴെയിറങ്ങി, അല്ലെങ്കിൽ പ്രക്ഷോഭകാരികൾ താഴെയിറക്കി. ഈ വലിയൊരു പ്രക്ഷോഭത്തിന്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ നയിച്ച ഈ ഒരു വലിയ പ്രക്ഷോഭത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ഷെയ്ഖ് ഉസ്മാൻ ഹാദി എന്ന യുവ നേതാവായിരുന്നു. ബംഗ്ലാദേശുകാർക്ക് ഇവൻ നേതാവാണെങ്കിൽ നമ്മുടെ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാരതത്തിനെതിരെ ആര് പ്രവർത്തിക്കുന്നുവോ, ചിന്തിക്കുന്നുവോ അല്ലെങ്കിൽ ആക്രമിക്കുന്നുവോ അവരൊക്കെ നമുക്ക് ശത്രുവാണ്, എതിർക്കപ്പെടേണ്ടവനാണ്. ഈ തീവ്രവാദി ഡിസംബർ 12 മധ്യ ധാക്കയിലെ ബിജോയ് നഗർ പ്രദേശത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതിനിടയിലാണ് അജ്ഞാതർ വന്ന് ഷെയ്ഖ് ഉസ്മാൻ ഹാദിയെ വെടിവെച്ച് വീഴ്ത്തിയത്. അങ്ങനെ ബംഗ്ലാദേശിന്റെ ഭാവി വാഗ്ദാനമായ ഇന്ത്യക്കെതിരെ എന്നും വിദ്വേഷ പ്രസംഗവും വിദ്വേഷ പ്രചരണവും നടത്തുന്ന ഷെയ്ഖ് ഉസ്മാൻ ഹാദി എന്ന തീവ്രവാദി പടമായി 72 ഹൂറികളുടെ അടുത്തേക്ക് യാത്രയായി. എന്തു തന്നെ ആയാലും നമ്മുടെ ഭാരതത്തിനെതിരെ തിരിയുന്ന ഏതവനും അജ്ഞാതൻ അല്പായുസാണ് കുറിച്ചിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും നമ്മുടെ ഭാരതത്തിനെതിരെ രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അല്പായുസ് മതി എന്നാണ് അജ്ഞാതന്റെ പോളിസി. ശരിക്കും മതരാഷ്ട്രം വേണമെന്ന് പറഞ്ഞ് ഭാരതത്തിൽ നിന്ന് മതത്തിന്റെ പേരിൽ രാഷ്ട്രം മുറിച്ച് ഭാഗിച്ച് വീതം വാങ്ങിപ്പോയിട്ട് പിന്നെയും അവർക്ക് ഭാരതത്തിനോട് ഒരു ചൊറുകുത്തലാണ്. മുസ്ലിം എന്ന മതവിഭാഗം നമുക്കൊരു രാജ്യം വേണമെന്ന് പറഞ്ഞ് പാകിസ്ഥാനും ബംഗ്ലാദേശൊക്കെ എഴുതി വാങ്ങുമ്പോൾ അല്ലെങ്കിൽ മുറിച്ച് വാങ്ങുമ്പോൾ ഭാരതീയരായ ഹിന്ദുക്കൾക്ക് ഈ ഭാരതം മാത്രമേ ഉള്ളൂ. ഭാരതത്തിലെ ഹിന്ദുക്കൾക്കായിട്ട് വേറൊരു രാജ്യവും ലോകത്തില്ല. അപ്പോൾ ഇവിടുത്തെ ഈ അസ്തിത്വം നിലനിൽക്കേണ്ടത് ഓരോ ഭാരതീയൻ്റെയും ഓരോ ഹിന്ദുവിൻ്റെയും ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ രാജ്യവിരുദ്ധത ആര് പ്രകടിപ്പിക്കുന്നുവോ, ആര് പറയുന്നുവോ, ആര് പ്രചരിപ്പിക്കുന്നുവോ അവനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം. ഭാരതത്തിനെതിരെ തിരിയുന്ന ഏത് ശക്തിയായാലും അതിന് ഉന്മൂലനം ചെയ്യണം. അത് ഏറ്റവും നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് നടപ്പിലാക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അജ്ഞാതൻ തന്നെയാണ്. ഈ ഒരു അവസരത്തിൽ അജ്ഞാതനെ കൈയെടുത്ത് കൂപ്പാൻ ആഗ്രഹിക്കുന്നു. പിന്നൊരു കാര്യം, ഇനിയും ഭാരതത്തെ കീറി മുറിക്കാൻ ആഗ്രഹിക്കുന്നവർ
ദയവായിട്ട് അണിയറയിൽ കടന്ന് പ്രവർത്തിക്കാതെ അരങ്ങത്തേക്ക് വരണം. കാരണം അജ്ഞാതൻ വെയിറ്റിംഗ് ആണ് ജസ്റ്റ് ഫോർ യു ഓൾവേസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഭാരതത്തിനെ കീറി മുറിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ മുന്നോട്ട് വരണം. ദയവായിട്ട് അജ്ഞാതൻ്റെ വെടിയുണ്ടകൾ സ്വീകരിക്കണം. ഇനി അടുത്തതാര് എന്ന ചോദ്യം ബാക്കി നിർത്തി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ജയ് ഹിന്ദ്.